ഭൂരിഭാഗം ആളുകളും തോറ്റു പിന്മാറുന്നത് വിജയത്തിനടുത്തെത്തിയ ശേഷമാണ്. വിജയത്തിന്റെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഒരു ചുവട് കൂടി വെച്ചാൽ മതിയാകും എന്ന ഘട്ടത്തിലായിരിക്കും അവർ അവരുടെ പരിശ്രമം നിർത്തുന്നത്. ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ നിന്നും അവർ പിൻവാങ്ങുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്നവരും അവസാന മിനിറ്റ് വരെ പോരാടുന്നവരും അസാധാരണ വ്യക്തികളൊന്നുമല്ല. അവർ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവരാണ്. അവർ എന്തെങ്കിലും വിശേഷപ്പെട്ട ജോലി ചെയ്യുന്നവരാകണമെന്നില്ല. മറിച്ച് അവർ ഏത് ജോലി ചെയ്താലും അത് വിശേഷതയോടെ ചെയ്യുന്നവരാകും. അവർ ഇത് മനസ്സിലാക്കുന്നവരാണ്. ഈ ജോലി ചെയ്യാൻ ആരംഭിച്ചു, അത് പൂർത്തിയാകും വരെ ഞാൻ പിന്നോട്ടേക്കില്ല എന്ന്. വിജയിക്കുക എന്നതിന്റെ ശരിയായ അർത്ഥം എന്തായിരുന്നോ നിങ്ങളുടെ ലക്ഷ്യം അത് നേടുക. അതായത് യുദ്ധം പൂർണ്ണമായും ജയിച്ചു. ഈ യുദ്ധം പൂർണ്ണമായും വിജയിക്കുന്നതിനായി നിങ്ങളുടെ 100% പ്രയത്നവും ഇതിന് നൽകേണ്ടി വരും. ഈ 100% എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിലെ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ കടക്കേണ്ടി വരും. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുക. ഇങ്ങനെ മടി കൂടാതെ ആ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു ലെവലിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾ ഇംപോസിബിൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെയും പോസിബിൾ ആക്കി മാറ്റാനുള്ള ശക്തി വന്നു ചേരും. അത്രയും കോൺഫിഡൻസ് വന്നു ചേരും. ഏതുപോലെ നിങ്ങൾ ചിന്തിച്ചു, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ, അപ്പോൾ ഈ ബാക്കി കൂടി ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളെ വിജയിയാക്കും. ആരാണോ ആത്മാർത്ഥമായി ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ എപ്പോഴും പ്രയത്നിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ ഒരു പരിതസ്ഥിതിയിലും പ്രയത്നം നിർത്താൻ ആഗ്രഹിക്കാത്തവരാണ്. അവരും തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ അവർ അതിൽ നിന്നും പാഠം പഠിക്കുകയും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാതെ പരാജയപ്പെട്ടു എന്ന് കരുതി യുദ്ധത്തിൽ നിന്നും ഓടി മാറുന്നവരല്ല. ജയിക്കാനുള്ള ആഗ്രഹം എല്ലാവരിലും ഉള്ളതാണ്. എന്നാൽ ജയിക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരും പ്രയത്നിക്കാൻ തയ്യാറുള്ളവരും ഇവരിൽ ചുരുക്കമായിരിക്കും. നിങ്ങൾക്ക് വിജയത്തിന്റെ ആ അവസാന ലൈൻ വരെ എത്തിച്ചേരണ്ടേ? അതിനായി മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ചാടിക്കടക്കുക തന്നെ വേണം. ഏതുപോലെ പറക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നേരെ നിവർന്നു നിൽക്കുവാൻ പഠിക്കണം. അതിനുശേഷം നടക്കുവാനും ഓടുവാനും പഠിക്കണം. നിങ്ങൾ എപ്പോഴും സ്വയം പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കഠിനമായി പരിശ്രമിക്കേണ്ടി വന്നാലും മനസ്സിൽ മടുപ്പ് തോന്നില്ല. അഥവാ മനസ്സിൽ ഇങ്ങനെയൊരു നെഗറ്റീവ് ചിന്ത വരികയാണ്, അതായത് എന്നെ കൊണ്ടിത് സാധിക്കില്ല, ഞാൻ ഈ വലിയ പരീക്ഷ മറികടക്കുമെന്ന് തോന്നുന്നില്ല, ഇത്രയും ബുദ്ധിമാന്മാരായ ആളുകളെ മറികടന്ന് എനിക്ക് വിജയിക്കാനാകില്ല. ഈ ചിന്തകൾ സ്വയം നിങ്ങളെ തന്നെ പരാജയപ്പെടുത്തുവാൻ കാരണമാകുന്നതാണ്. നിങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് പൊരുതി നോക്കുന്നതിന് മുന്നേ തന്നെ യുദ്ധമൈതാനത്തിൽ നിന്നും പുറത്താക്കുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഏതൊരു പരിതസ്ഥിതിയിലും ജയിക്കുന്നതും തോൽക്കുന്നതും ആദ്യം നിങ്ങളുടെ ചിന്തകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ചിന്തകളെ അങ്ങനെ പോസിറ്റീവാക്കി തീർക്കണം. അതിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്ന രീതിയിൽ ഏതൊരു കാര്യത്തിനും വിജയിക്കുന്നതിനായി ഏറ്റവും ആദ്യം തോൽവി എന്ന ഭയത്തെ മനസ്സിൽ നിന്നും ഒഴിവാക്കണം. വിജയത്തിലേക്കുള്ള 10 സ്റ്റെപ്പുകളിൽ ഒരു പക്ഷേ 8 സ്റ്റെപ്പുകളിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളിവിടെ പരാജയപ്പെട്ടത് ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്പുകളിൽ മാത്രമാണ്, അന്തിമ വിജയത്തിലല്ല. ഒരു പക്ഷേ അവശേഷിക്കുന്ന ആ 2 സ്റ്റെപ്പുകളിലായിരിക്കും കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതോടെ പരാജയപ്പെട്ട ആ പഴയ 8 സ്റ്റെപ്പുകളുടെയും കഥ അപ്രസക്തമാകുകയും വിജയത്തിന്റെ ആ 2 സ്റ്റെപ്പുകൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമാകുകയും ചെയ്യും. ജീവിതത്തിൽ അത്രയും കഠിനമായ ഒരു പരീക്ഷ മുന്നിൽ വരുമ്പോൾ പേടിച്ച് ഓടാതെ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിനെ നേരിടാനുള്ള പ്രയത്നം ആരംഭിക്കുക. ആ പ്രയത്നത്തിനിടയിൽ നിങ്ങൾ വീണു പോയാലും അത് നിങ്ങളുടെ പരാജയമായി കണക്കാക്കാനാകില്ല. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് അപ്പോഴേ പറയൂ. എപ്പോഴാണോ ആ വീഴ്ചയിൽ നിന്നും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനാകുന്നില്ല, എഴുന്നേറ്റ് നിന്നിട്ടും വീണ്ടും ആ പരീക്ഷയെ മറികടക്കാനായി നിങ്ങൾ പ്രയത്നിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് സ്വയത്തെ അത്രയും ശക്തമാക്കണം. ജീവിതത്തിലെ ഏതൊരു തിരിച്ചടിയിലും നിങ്ങൾ തളരാതെ അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കണം. കാരണം
ഓരോ തിരിച്ചടിയും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ പരീക്ഷിക്കുന്നതിനായാണ് വരുന്നത്. ഈ പരീക്ഷ നിങ്ങൾ പാസ്സായാൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു പ്രയാസമേറിയ ജോലിയും നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. 99% ആളുകളും ഈ ഒരു സ്റ്റെപ്പിലാണ് പരാജയപ്പെട്ട് പിന്മാറുന്നത്. 1-2 വട്ടം അവർക്ക് പരാജയം നേരിടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാൾ സമയം കൂടുതൽ എടുക്കേണ്ടി വരുമ്പോഴോ പ്രയാസമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴോ ആകും അവർ പിന്തിരിയുന്നത്. ബാക്കിയുള്ള 1% ആളുകളാണ് അവസാനം വരെ ഈ മത്സരത്തിൽ സജീവമായി ഉണ്ടാകുന്നത്. ഒരിക്കൽ ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും സമയനഷ്ടവുമെല്ലാം ഒരു മധുരമുള്ള ഓർമ്മകളിലേക്ക് വഴിമാറും. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ എന്ത് പ്രയാസം നേരിട്ടാലും എത്ര തന്നെ എഫേർട്ട് ഇടേണ്ടി വന്നാലും ജീവിതമാകുന്ന ആ മത്സരത്തിൽ നിന്നും ഒരിക്കലും സ്വയം പിൻവാങ്ങരുത്. അങ്ങനെ സ്വയം പിന്മാറാതിരുന്നാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ മാത്രമേ കാണാൻ സാധിക്കൂ. അതാണ് വിജയം. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ പരിശ്രമിക്കുന്നതിൽ നിന്നും പിന്മാറാൻ വളരെയധികം ഫോഴ്സ് ചെയ്തേക്കാം. നിങ്ങൾക്ക് പിന്തിരിയുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്ന ചിന്തയും തോന്നിപ്പിച്ചേക്കാം. പക്ഷേ നിങ്ങളെ തോൽപ്പിക്കാൻ മാത്രം ശക്തി അതിനില്ല. കാരണം തോൽക്കണോ എന്നത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. എനിക്കിത് ചെയ്യാൻ സാധിക്കാതെ വരുമോ എന്ന ചിന്ത ഉണ്ടായാൽ നിങ്ങൾ പകുതി തോറ്റു എന്നാണ് അർത്ഥം. എപ്പോഴെല്ലാം ആ ഒരു ചിന്ത വരുന്നുവോ അതിനെ മറ്റൊരു ചിന്ത കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അതായത് എനിക്കിത് ചെയ്യാൻ സാധിക്കും, മാത്രമല്ല എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കൂ, അങ്ങനെയൊക്കെ. ഇത്രയും എനിക്ക് എത്താൻ സാധിച്ചല്ലോ, അപ്പോൾ ഇത് നന്നായി പൂർത്തിയാക്കാനും എനിക്ക് സാധിക്കും. എപ്പോഴും ഈ ഒരു കാര്യം ഓർമ്മിക്കുക. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ ഓരോ സമയത്തിന്റെ പ്രത്യേകതയാണ്. സമയം മാറിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ എന്ന വ്യക്തി മാറില്ല, മാറാൻ പാടില്ല. സ്വയം ഈ ഒരു പ്രോമിസ് ചെയ്യണം, എപ്പോൾ വരെ ഞാനിത് നേടില്ല അതുവരെ പിന്മാറില്ല. വിജയത്തിന്റെ യഥാർത്ഥ സന്തോഷം അപ്പോഴാണ് അനുഭവപ്പെടുക എപ്പോഴാണോ ആ വിജയത്തിന് വേണ്ടി നിങ്ങൾക്കനേകം തവണ പരാജയപ്പെടേണ്ടി വന്നിരുന്നത്. ആ പരാജയങ്ങളെ ഓരോ തവണയും ചലഞ്ച് ചെയ്ത് മുന്നേറേണ്ടി വന്നിരുന്നത്. ഓരോ പരാജയങ്ങളും കാണിച്ചു തന്നത് നിങ്ങളിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്നാണ്. ആ കുറവുകളെ മനസ്സിലാക്കി അതിനെ മറികടന്നപ്പോൾ അനിവാര്യമായ വിജയം നിങ്ങൾക്ക് പ്രാപ്തമായി എന്ന് മാത്രമല്ല, ആ കുറവുകളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിലൂടെ ഇനിയൊരു പരാജയം നിങ്ങൾക്കുണ്ടാകാതെ നോക്കാനും നിങ്ങൾ പ്രാപ്തനാകും. നിങ്ങളുടെ നിശ്ചയദാർഢ്യം ഇതിലൂടെ ശക്തമാകുകയും ആ നിശ്ചയദാർഢ്യം നിങ്ങളെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറാക്കുകയും ചെയ്യും. എനിക്ക് സഞ്ചരിക്കേണ്ട വഴി എത്ര തന്നെ കാഠിന്യമേറിയതാണെങ്കിലും എനിക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ച് മറുകര എത്തിയേ തീരൂ എന്ന വിജയത്തിന്റെ ദൃഢസങ്കല്പം നിങ്ങളെ ഓരോ പരിതസ്ഥിതിയിലും വിജയിയാക്കി തീർക്കും. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രയാസമായി തോന്നില്ല. അതുകൊണ്ട് തന്റെ ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് നന്നായി പരിശ്രമിക്കാൻ ആരംഭിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കുന്നതാകണം, ഇൻസ്പയർഡ് ആക്കുന്നതാകണം. അപ്പോൾ വിജയത്തിലേക്കുള്ള പാതയിൽ നിങ്ങൾക്ക് തളർച്ച തോന്നില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിജയത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് തന്നെ ആ വിശ്വാസത്തിൽ നിന്നുമാണ്. വിശ്വാസത്തിന്റെ ശക്തിയിലൂടെയാണ് നിങ്ങൾ മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളോട് പോരാടി ജയിക്കുന്നത്. എപ്പോൾ വരെ നിങ്ങളിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല, അപ്പോൾ വരെ നിങ്ങളിലെ ലക്ഷ്യം ഒരു ആഗ്രഹമായി തന്നെ തുടരും. നിങ്ങളുടെ വിജയം സ്വപ്നത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. വിജയത്തിലേക്കുള്ള പാതയിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് കുറച്ചു മാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ മറ്റു ചിലർക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവരിൽ ആരാണോ അവസാന നിമിഷം വരെ പൊരുതുന്നത്, വിജയവും അവർക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആവശ്യം വിശ്വാസവും പരിശ്രമവുമാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യത്തിന്റെ അഗ്നിയെ ജ്വലിപ്പിക്കൂ. ഒപ്പം ആ യാത്രയും ആരംഭിക്കൂ. കാരണം നിങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ. അതിനായി എല്ലാ തരത്തിലും തയ്യാറാകൂ. നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് വളരെ ദുർഘടമായ വഴിയിലൂടെയാണ്. ഈ വഴിയിൽ നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടുകളിൽ നിന്നും നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ഈ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ ചിന്ത വന്നേക്കാം,
അതായത് എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല, എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നിങ്ങനെ. കാരണം നിങ്ങളിതിൽ എത്രമാത്രം പരിശ്രമിക്കുന്നോ അതിനൊപ്പം തന്നെ നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ഗുണമാണ് ക്ഷമ അഥവാ പേഷ്യൻസ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ അപ്പോഴാണ് ഉണ്ടാകുക എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും തകിടം മറിയുന്നത്, 4 ഭാഗത്തു നിന്നും ഇരുട്ട് പരക്കുന്നത്. എന്നാൽ ഈ കൂരിരുട്ടിലും നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ, പരിശ്രമത്തിന്റെ, വിശ്വാസത്തിന്റെ ഒരു പ്രകാശനാളം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര ആരംഭിക്കാൻ സാധിക്കും. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര. ഏതൊരു യാത്രയിലും തുടക്കം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ, പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറുമാണെങ്കിൽ, നല്ലൊരു തുടക്കം കൂടി കിട്ടുകയാണെങ്കിൽ ആ ഒരു കുതിപ്പ് ലക്ഷ്യത്തിലെത്തും വരെ നിങ്ങളെ സഹായിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഈ നിശ്ചയമാണ്. അതായത് എത്ര തന്നെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഈ ചെയ്യുന്ന കാര്യം പകുതി വെച്ച് ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഏത് സ്വപ്നമാണോ കണ്ടത് അത് പൂർത്തീകരിക്കുന്നതിനായി നിങ്ങൾക്ക് സ്വയത്തിൽ വിശ്വാസമുണ്ടാകുകയും നന്നായി പരിശ്രമിക്കുകയും വേണം. മുന്നിൽ വരുന്ന പരിതസ്ഥിതികളിൽ ഭയന്ന് നിന്നു പോകരുത്. കാരണം നിങ്ങളിലെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അത്ര തന്നെ പരിശ്രമത്തിന്റെയും ആവശ്യമുണ്ടെന്നതാണ് വാസ്തവം. ഇനി വരുന്ന ദിവസങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ആരാണോ തന്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിനായി കഠിനമായി പരിശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നിങ്ങളുടെ ഒരു സങ്കല്പത്തിൽ നിന്നുമാണ്. ആ സങ്കല്പത്തിനനുസരിച്ച് നിങ്ങൾ ധൈര്യപൂർവ്വം പരിശ്രമം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ പകുതി വിജയിച്ചു. ആദ്യം വിജയിക്കേണ്ടത് നിങ്ങളിലെ ഭയത്തെയാണ്, ആത്മവിശ്വാസമില്ലായ്മയെയാണ്, അലസതയെയാണ്. നിങ്ങൾ എത്രമാത്രം കഠിനമായി പരിശ്രമിക്കുന്നോ വിജയവും അത്രയ്ക്ക് എളുപ്പമായി മാറും. ഇതാണ് നിങ്ങളുടെ ശരിയായ സമയം. അലസത മാറ്റിവെക്കൂ. ദൃഢനിശ്ചയത്തോടെ നിങ്ങളിലെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള പരിശ്രമം ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ഒരു കാര്യം ഓർമ്മിക്കുക, ഈ വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും നിന്നു പോകരുത്. നിങ്ങളുടെ പരിശ്രമം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയുമരുത്. വിജയം നിങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിച്ചേ തീരൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.